ആ നിങ്ങളായിരുന്നോ? പിന്നെ ആരെത്ര നേരത്തെ വന്ന് കോളിംഗ് ബില്ല് അടിക്കണം നോക്കുക? മാസം 1-ാം തീയതി ആയില്ലേ, പിന്നെ കുറെ അടവുകളും ചെലവുകളും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണമാണ് നേരത്തെ പോകുന്നത്. മാസം മാസം വരുന്നത് ശരി തന്നെയാ, എത്ര നേരത്തെ എത്തുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ എത്രനടുത്ത് എത്തിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കുറെ കാര്യങ്ങളുണ്ടേ. ഇത് പ്രതീക്ഷിച്ചാണ് ഓരോ കാര്യങ്ങളും നമ്മൾ നീക്കിക്കൊണ്ട് പോകണം. 2 മാസത്തെ പൈസ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഉപകാരമായി. എന്നുവെച്ചാൽ കുറെ കാര്യങ്ങളുണ്ട്. അവിടെ ചെന്നിട്ട് കുറച്ച് വീട്ടിന്റെ ലോൺ അടയ്ക്കാനുണ്ട്, പിന്നെ കുറച്ച് ചില്ലറ കടങ്ങളുണ്ട്, അത് കിട്ടണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കല്യാണ കേസൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് മോള് ഇവിടെ നിൽക്കണ്ടല്ലോ എന്തായാലും. മോളെ പണയപ്പാട് വെച്ചിട്ട് നിങ്ങൾ 2 മാസത്തെ സ്വർണം പണയപ്പാട് വെച്ചിട്ട് ഇങ്ങനെ പൈസ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ മോളെ പണയപ്പാട് ഇങ്ങോട്ട് വെച്ചിട്ട് 2 മാസത്തെ പൈസ കൂട്ടി ചോദിക്കുമ്പോൾ അതൊന്നും തരാനുണ്ടാവില്ല. അതെ, 2 മാസത്തെ പൈസ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ മാസത്തെ പൈസ ഞാൻ തരുന്നുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഒരു ഉപ്പയാണോ? വന്നിട്ട് ഇപ്പം ഇത്ര നേരമായില്ല. നിങ്ങൾ മോളെ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾ മോളെ കൊണ്ട് പണയം വെച്ചിട്ട് പൈസ വാങ്ങാൻ വരുന്ന പോലെ മാസം 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 എന്നിട്ട് 2 മാസത്തെ പൈസ കൂട്ടി ചോദിക്കുക. അത്രക്കുള്ള പൈസ ഒന്നുമില്ല, ഇപ്പൊ തരാ. എന്നാലും മോളെ നിങ്ങളൊന്നും ചോദിക്കുകയൊന്നുമില്ല അല്ലേ? അതത് മാസം കറക്റ്റ് പൈസ ഞാൻ എടുത്തിട്ട് വരാം. താത്ത ചായ ചൂടായിണ്ട്, ഞാൻ എടുത്തരട്ടെ? ഞാൻ എത്ര വട്ടം പറയണം മോളെ, താത്താന്ന് വിളിക്കണ്ട, മോള് ഉമ്മാന്ന് വിളിച്ചോ. എന്റെ മോളുടെ പ്രായമല്ലേ, എന്റെ മോള് ഉമ്മാന്ന് വിളിച്ചാ മതിട്ടാ. അതെ, എന്റെ ഉപ്പ വന്നിരിക്കുന്നുണ്ട് അവിടെ. ഉപ്പ വന്നിണ്ടാ? ആ, മോളെ അന്വേഷിച്ചൊന്നുമില്ല, എന്നാലും ചെന്ന് കാണും. ആ ഉപ്പ എപ്പളാ വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ കുറച്ചു നേരമായിരുന്നു മോളെ. മോൾക്ക് സുഖമാണോ? ആ സുഖന്നെ. വീട്ടിലെല്ലാവർക്കും സുഖമാണ് മോളെ. ഞാൻ അപ്പുറത്ത് അടക്കായിരുന്നു, അതാ ഞാൻ വന്നത് കണ്ടു. പറഞ്ഞേക്കും മോളെ ചായ എന്തെങ്കിലും എടുക്കട്ടെ? ചായ വേണം മോളെ, ഞാൻ കുടിച്ചിട്ടാ വന്നത്. മാസം 1 മോളെ. 1-ാം തീയതി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ മോൾക്ക് അറിയാലോ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മയൊക്കെ പറഞ്ഞു വേഗം കിട്ടണേ വാങ്ങിട്ടോ, കുറച്ച് കടങ്ങളുണ്ടല്ലോ അതൊക്കെ വീട്ടണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് വേഗം. ഇനിയിപ്പോ 2-ാം തീയതി 3-ാം തീയതി ആകുമ്പോഴേക്കും ചിലപ്പോൾ ആളില്ലാതെ കണക്ക് കൂട്ടിട്ട് ഞാൻ ഇന്ന് വേഗം വന്നു. അത് കുഴപ്പമില്ല മോളെ. ഞാന് ഇവിടുത്തെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസയുടെ കേസ്. അപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ 2 മാസത്തെ പൈസ ചോദിച്ചത്. അപ്പൊ 1 മാസത്തെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ വരാണ്ട് പോയിട്ടുണ്ട്. അവര് ഉള്ളില് പൈസ എന്തോ എടുക്കുന്നുണ്ട്. ഞാനും വരട്ടെ ഉപ്പാന്റെ കൂടെ 2 ദിവസം എനിക്കും വീട്ടിൽ വന്ന് നിൽക്കാലോ? അയ്യോ, അത് പറ്റില്ല മോളെ. അവിടെ ഇപ്പൊ ഞങ്ങളത് കഴിഞ്ഞു കൂടും. എനിക്കറിയാലോ, നിന്റെ കാശ് കൊണ്ടുപോയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്, ഗ്യാസിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നീയും കൂടെ അവിടെ വന്ന് എനിക്ക് വെച്ച് തരാൻ പോലും ഞാൻ പിന്നെ എന്നോട് പോകാൻ പറ്റുമോ? ഓരോ ജോലിയൊക്കെ മുടങ്ങി കിടക്കല്ലേ. മോളെന്തായാലും അങ്ങോട്ടൊന്നും വരണ്ട. ഇവിടെ നിൽക്കണം പോലെ ഒന്നും അവിടെ നിന്ന് കാര്യമില്ല. ഒന്നും ഒരു ഗുണം ഉണ്ടാവില്ല. ശരീരം നന്നാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം മോളെ. ഇത് സാരില്ലപ്പ, ഞാൻ അവിടെ നിക്കണെങ്കിൽ നിന്നോളൂ, കുഴപ്പമില്ല. ഉമ്മാനെയും അവരൊക്കെ കാണാനൊരു പൂതിയായിരുന്നു ചോദിച്ചതാ. പിന്നെ ഉപ്പ പണ്ടത്തെ പോലെ കുടിക്കണൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, ഞാനിപ്പോ അതൊക്കെ അന്ന് പണ്ടേ നിർത്തിയില്ലേ. മോള് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഞാൻ അവിടെ നിന്ന് കുടിച്ചടക്കുക അതൊന്നുമില്ല, നിർത്തി. ഞങ്ങളുടെ പരിപാടി ചീത്ത സ്വഭാവങ്ങളൊന്നും ഇല്ല മോളെ. അപ്പൊ നല്ല കുട്ടിയായിപ്പോ നടക്കുന്നില്ല. അപ്പൊ പൈസ എടുക്കാൻ പോയിട്ട് കാണാനില്ലല്ലോ, കുറെ നേരമായി പോയിട്ട്. എനിക്ക് അർജന്റ് ഒരാളെ കാണും വേണം. ഒരു കൂട്ടുകാർ. അതെ, എന്റെ ഉപ്പ 2 മാസത്തെ ശമ്പളം ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് അതൊന്നും കൊടുക്കാനില്ല. ഇതിന് 15,000 ഉറുപ്പ്യ ഉണ്ട് കൊണ്ടു. ശരിട്ടോ മോളെ, ഞാൻ പോയിട്ട് വരാം. ഇതൊക്കെ അർജന്റ് ഒരു ചങ്ങാതി കാണാനുണ്ട്, പോയിട്ട് വേഗം ചെല്ലാൻ പറഞ്ഞിരിക്കാം. അതെ മോളെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയണതിൽ നിനക്ക് ദേഷ്യമൊന്നും വേണ്ട. കണ്ടില്ലേ, ഇപ്പൊ 1-ാം തീയതി പറയുമ്പോ നിന്റെ ഉപ്പ വന്നത് പൈസ മേടിക്കാന്. എന്നെ പറ്റി ഒരു ഉത്തരവാദിത്തം ഉപ്പാക്കില്ല. മോളെ പഠിച്ച് നടക്കണ പ്രായമാണ്, പഠിക്കണ പ്രായത്തിൽ ഇവിടെ കൊണ്ടാക്കിയതാ. മോളെ വന്നിട്ട് ഒന്ന് ചോദിക്കുന്ന പോലും ഇല്ല. എന്നിട്ട് മോളോട് ഉപ്പാനെ കാണണമെങ്കിൽ വന്ന് കണ്ടോന്ന് വെച്ചിട്ടാണ് ഞാൻ ചെന്നിട്ട് ഉപ്പ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. മോളെ എവിടെയാന്ന് പോലും ചോദിച്ചിട്ടില്ല. ഇങ്ങനെ മോളെ ഇങ്ങനെ നിർത്തി ഉപ്പ മാസം തികയുമ്പോഴേക്കും വന്ന് പൈസ വാങ്ങി പോയാല് എന്റെ ഭാവിക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? മോളിപ്പോ അന്ന് വരുന്ന പോലെയല്ല, മോളിപ്പോ അത്യാവശ്യമായി, വലിയൊരു പെൺകുട്ടിയെ പോലെ കെട്ടിക്കാനായി. വയസ്സില്ല, പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ മോളൊന്ന് മനസ്സിലാക്കിയോ. ഞാൻ ദേഷ്യത്തിന് മോള് ഉപ്പാനെയും മോളെയും പിരിക്കണോന്നോ ഒന്നും വിചാരിക്കരുത്. മോളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നന്റെ ഉപ്പേ ശരിയല്ല. ഉമ്മ പറയണ കാര്യമുണ്ട്. ഇപ്പൊ എനിക്കോ ഉപ്പാക്കോ ഒന്നും ഞാൻ ഇവിടെ വന്ന് പണിക്ക് നിൽക്കണമെന്ന് ഇഷ്ടമുണ്ടായിട്ടില്ല. എനിക്ക് താഴെ 2 അനിയത്തിമാരുണ്ട് വീട്ടില്. പിന്നെ ഉമ്മാക്കാണെങ്കിലും വയ്യാത്തത്. പിന്നെ ഉപ്പൊക്കെ ഇപ്പോഴൊക്കെയാണ് ഒന്ന് നല്ല രീതിക്കൊക്കെ നടക്കുന്നത്. ഒരു സമയത്ത് കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്
വീടൊക്കെ ഒന്ന് ദിവസം കഴിഞ്ഞ് കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉമ്മ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉപ്പ എന്നെ ഇങ്ങനെ വീട് പണിക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലാണ്ട് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. പഠിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു തന്നെ. പക്ഷെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പിന്നെ എനിക്കത് മനസ്സിക്ക് പോലും വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഉപ്പ കറക്റ്റ് പൈസ കൊണ്ടുപോയാൽ തന്നെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും നടന്നു പോകാം. അതിലിപ്പോൾ അവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതന്നെ അതൊക്കെ ശരിയാണ് മോളെ. ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. പക്ഷെ നിന്റെ ഭാവിയെ കുറിച്ചൊന്നും നോക്കും. നിനക്കായിട്ട് ഉപ്പ എന്തെങ്കിലും കരുതിയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? കൊണ്ടുപോവുക, ഉപ്പാടെ കാര്യം നോക്കുക, മാസം എത്തുമ്പോ വരിക. മോളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉപ്പാക്കൊരു ചിന്തയുണ്ടോന്ന്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് എന്താ ചെയ്യണമെന്നൊന്നും. വീട്ടിലത്തെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല. ഞാൻ ചോദിച്ചതാണ് ഉപ്പ, എനിക്ക് 2 ദിവസമെങ്കിലും വീട്ടിൽ ഉമ്മാൻ്റെ കൂടെ വന്ന് നിൽക്കട്ടെ എന്നൊക്കെ. പക്ഷെ ഉപ്പയാണ് പറഞ്ഞു വേണ്ട, നീ അങ്ങോട്ട് വന്നാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക, മോള് ഇവിടെ ഇരിക്കുന്നോണ്ടാണ് അവിടെ ഓരോന്നും കഴിഞ്ഞു പോണത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ ഇതിൽ എന്താണ് എനിക്കുമായിട്ട് മാറ്റി വെക്കുന്നൊക്കെ പറയാ. അവരുടെ ജീവിതം നല്ല പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനും എല്ലാം സഹിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. നിന്റെ ഉപ്പ ഈ മാസം മാസം വന്ന് വാങ്ങിട്ട് പോകണമെന്നൊന്നും, വാങ്ങിക്കിട്ട് പൊക്കോട്ടെ. അടുത്ത മാസം തൊട്ട് മോളുടെ അക്കൗണ്ട് ചേരും മോൾക്ക്. എനിക്കോ? മോളുടെ പേരിൽ ഒരു അക്കൗണ്ട് ചേർന്നിട്ട് ഒരു 1000 1500 വെച്ചിട്ട് മാസം ഇട്ടാല് മോൾക്ക് അത് കുറേ ആകുമ്പോൾ അതൊരു ഇതായില്ലേ. അല്ലാണ്ട് നിനക്കെന്ന് പറഞ്ഞ ഒരു 10 പൈസ ഒന്നുമില്ല. ഇത് ആകെ നാളെ ഇങ്ങനെ കൊണ്ടുപോയാൽ മോൾക്ക് എന്താ ഉള്ളത്? അത് നീ ചിന്തിക്കുന്നുണ്ടാ? അപ്പൊ മോളുടെ നല്ലതിനാണ് ഉമ്മ പറയുന്നത്. അത് നീ ആലോചിച്ചോ. മോളെ ഒരിക്കലും ഞാൻ കൈവിടൂല. അതിൻ്റെ ഇപ്പം ഇനിയിപ്പോൾ മാസം ഉള്ളത് ഫുള്ളും കൊണ്ടുപോയാലും മോൾക്കുള്ളത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നിൻ്റെ ഇപ്പം കൊണ്ടുപോയിട്ടൊന്നും മോളെ കല്യാണം കഴിച്ച് കൊടുക്കലും നല്ല രീതിക്ക് കൊടുക്കും നമുക്ക് ഉറപ്പില്ല. എൻ്റെ ഇപ്പം അത് കാശ് മതി. പക്ഷെ മോളെ പോലും ചോദിക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും എൻ്റെ ഉപ്പയാണ്, എനിക്കൊന്നും പറയാൻ പാടില്ല. എന്നാലും പറയാം, എനിക്കൊരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ കണ്ടിരിക്കണം. മോളും ഇവിടെ നിന്നോ, മോളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചു കൊടുത്തോണ്ട് കല്യാണം കഴിച്ച് എല്ലാം ശരിയാക്കാം. പിന്നെ എൻ്റെ കാര്യമില്ല, എന്നെ എപ്പോൾ വേണമെങ്കിലും മക്കൾ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഞാൻ നമ്മളെ നാട് വിട്ടില്ല, വീട്ടിലും ഇല്ല, നാട്ടിലിരിക്കുക. അവർ വിളിക്കുന്നുണ്ട്, ഉമ്മ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ട, പിള്ളേർ ഗൾഫിലേക്ക്. അപ്പോൾ ഞാൻ പോവാണ്ടാണ്. 2 ആളും വിളിക്കുന്നുണ്ട്, ഉമ്മ ഇങ്ങോട്ട് വായോ, ഉമ്മ എന്തിനാ എപ്പോഴും അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്, ഉമ്മ ഒന്ന് ഇങ്ങോട്ട് വന്ന് ഒരു മാസത്തെ ലീവിലെങ്കിലും വായോ എന്ന് പറഞ്ഞിട്ട്. എനിക്കിഷ്ടമല്ല, നമ്മളെ വീടും പെരയും വിട്ടിട്ട് വീട്ടിലേക്ക് പോകണത് ഇഷ്ടമല്ല. പിന്നെ മോളുള്ളത് കൊണ്ട് എൻ്റെ സ്വന്തം മോളെ പോലെ എൻ്റെ മക്കൾ ഉമ്മാന്ന് വിളിച്ചിട്ട് വരും. അതുപോലെ മോള് താത്താന്ന് വിളിക്കണ്ട, ഉമ്മാന്ന് വിളിക്കുന്നു പറയാൻ കാരണം അതാണ്. എനിക്ക് എൻ്റെ മക്കൾ വിളിക്കണ പോലെ അയ്യോ എൻ്റെ മോൾ തന്നെയാ. അതാണ് ഞാൻ താത്താന്ന് വിളിക്കണ്ട, ഉമ്മാന്ന് വിളിക്കുന്നു പറയണത്. എൻ്റെ മോളെ പോലെ തന്നെ എൻ്റെ മനസ്സിലേക്ക്. പക്ഷെ മോളും അതുപോലെ നിന്നാൽ മതി. അതുകൊണ്ട് ഈയുള്ള കാരണമാണ് ഞാൻ പോകാണ്ടിരിക്കുന്നത്. ഈ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. പിന്നെ എന്തോരം ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കും. അപ്പോൾ മോള് വിഷമിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. ഞാനുള്ള കാലം വരെ മോൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അടുത്ത മാസം തൊട്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പൈസ കൂട്ടിവയ്ക്കും. ഇനിയിപ്പോൾ നിൻ്റെ ഉപ്പ വന്നിട്ട് അതും ഇതും പറയുകയാണെങ്കിൽ മോള് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടാ. ഇല്ല, ഉമ്മാന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്തോ, കുഴപ്പമില്ല. ഉപ്പാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചോണ്ട് അതൊരു വിധത്തിൽ നല്ല കാര്യം തന്നെയല്ലേ. എന്നാ അങ്ങനെ ചെയ്യാം മോളെ, അതാണ് നല്ലത്. ഹലോ, കേറി വാടങ്ങണ്ട്. എന്താ ഇത്ര നേരം വൈകിയ ഈ വരാന്? സൂപ്പർ മാർക്കറ്റിലെ ബില്ലടിക്കുന്ന അവിടെ കുറച്ച് തിരക്ക്. ഇതില് പിന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാ സാധനം ഉണ്ട്, പച്ചക്കറി, പിന്നെ ആ ബീഫ്, ചിക്കൻ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. താത്ത വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. അടുക്കള കൊണ്ട് വെച്ചോ? ഹലോ, ഇവിടെ ഉണ്ടായിരുന്നാ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ? ഭക്ഷണമൊക്കെ കഴിച്ചാ? ചായ കുടിച്ചാ? ഇല്ല, ഉപ്പ വന്നിട്ടുണ്ടായിരുന്നാ? രാവിലെ വന്നിട്ട് പോയി. കൊഴപ്പൊന്നുമില്ലല്ലോ? സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നോ? സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, പച്ചക്കറി, ചിക്കൻ എല്ലാം ഉണ്ട് കേട്ടാ. നമ്മുടെ കാര്യം ഉമ്മയൊന്നും അറിയണ്ടട്ടാ. നമ്മുടെ എന്ത് കാര്യം? ഞാൻ ലവ് ലെറ്റർ തന്നില്ലേ, അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ലവ് ലെറ്റർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നിക്കണെങ്കിൽ നിന്റെ വീട്ടിലത്തെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ ഓരോ ഇതും കാണിച്ചിട്ട് നീ ഉമ്മാൻ്റെ മുന്നിൽ എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന അവസാനം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന പോലെ ആക്കല്ലേ. അതിനിപ്പോ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമാണ്. ഞങ്ങളിപ്പോ അതൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ.
അതിന് ഞാൻ തെറ്റായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടമായി, കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നും പറയണ്ട, എനിക്കൊരു ജോലിയൊക്കെ റെഡി ആയതിനു ശേഷമൊക്കെ മതി. അതുവരെ ഇങ്ങനെ തന്നെ പോയാലും മതി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ശരി, ഇതൊന്നും അറിയണ്ടട്ടാ. എന്റെ മനസ്സിൽ അതന്നെ ഉള്ളു. ശരിയാ അയ്യോ, ഇത്ത വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെട്ടാ. ശരി. ആ അതെ. എന്താ ഇവിടെ അടുക്കളയിൽ കാണിക്കണേ? ഇല്ലല്ലോ, ഒന്നുമില്ല. എത്ര പൈസ? പൈസ 950. 950. അതിൽ 1000 ഉണ്ട്. പിന്നെ ഞാൻ കൊറേ ഇത്താനത്ത് പറയുന്നു, ഇക്കമാരത്തെ ചോദിച്ചിട്ട് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയായിരുന്നു. ഞാനും പഠിപ്പ് കഴിഞ്ഞിട്ട് കൊറേ ഇവിടെ നിക്കുന്നു. ഞാൻ പറഞ്ഞാ നിനക്ക് വിഷയം കാര്യങ്ങളൊക്കെ ശരിയാക്കോടാ. ഇവിടെ ഒരാള് വേണ്ടേ? ഇവിടെ ആ പെൺകുട്ടി ഞാനും ഒറ്റക്കല്ലേ. ഒന്നും സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ ആവശ്യമുള്ളതൊന്നും പീടികക്ക് പോകാനൊക്കെ നീ തന്നെയല്ലേ ഉള്ളത്. നീ ഇപ്പൊ എന്റെ മോനെ പോലെ വിചാരിച്ചിട്ടല്ലേ ഇപ്പൊ അല്ല നിന്റെ വീട് പോലെ തന്നെ ഇപ്പൊ ഇത്. നീയും പോയാലാണ് ഭയങ്കര ബുദ്ധിമുട്ടാവും മോനെ. അതാണ്. അല്ലാണ്ട് നിനക്ക് വിസ അന്വേഷിക്കുക. കുറച്ചും കൂടി കഴിയട്ടെ, പിള്ളേര് വരട്ടെ. നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കല്ലേ ഇത്താ. ഞാനും പോയിട്ട് എന്തെങ്കിലും 10 കാശ് ഉണ്ടാക്കി നന്നാവട്ടെ. എന്നാലല്ലേ 4 ആൾക്കാരെ എന്നെ ഒന്ന് വില വെക്കുള്ളൂ. ഇത്ത ഒന്ന് എങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇക്കമാരടുത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ പറയണോട്ടാ. ഞാൻ പറയാം. അവര് വിളിക്കുമ്പോ ഞാൻ പറയാം അതിന്റെ കാര്യം പറയാം. ഞാൻ പോയിട്ട് വരാം. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചായിട്ടാ. വിളിക്കുമ്പോ പറഞ്ഞോട്ടാ. ശരി. സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാ? വെച്ചിട്ടുണ്ട്. മക്ക് ചൂടുവെള്ളം വെക്കട്ടെ കുളിക്കാന്? കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം വെച്ച പോലെ മേല് കഴുകണം കിടക്കുമ്പോഴേ. അല്ല, എന്തുട്ടാ വന്നിട്ട് വർത്താനം പറയണ കേട്ടല്ലോ? ആര്? സഫി. അത് ഇക്ക എന്തോ എന്നെ ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആവശ്യമില്ലാണ്ട് പറഞ്ഞു. എന്റെ മനസ്സിലൊന്നും അങ്ങനെയില്ലമ്മ. അങ്ങോരാണ് എന്തൊക്കെയോ പറയണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞാ? അവനക്ക് ഇഷ്ടാണെന്നാ? ഇഷ്ടമാണ്. അത് അതിന്റെ ഒരു പൊട്ടത്തരത്തില് പറയാതെ. പൊട്ടത്തരൊന്നുമല്ല മോളെ, നല്ല ചെക്കനാണ്. അങ്ങനെയൊക്കെ ആണെങ്കില് നമുക്ക് നിനക്ക് വയസ്സാകട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അത് പറഞ്ഞിട്ട് അവനോട് ചിരിക്കാനും കൊഞ്ചാനും കൊഴിയാനൊന്നും പോവാൻ നിക്കണ്ട കേട്ടാ. ആൺകുട്ടിയാണ്. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഒരു വീട്ടിന്റെ ബുദ്ധിമുട്ടിന് വേണ്ടിട്ട് വന്ന് നിക്കണ്. അല്ലാണ്ട് നിങ്ങള് ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഉമ്മാന്റെ മുന്നിൽ ചിത്തപ്പേരുണ്ടാക്കി ഇല്ല, അങ്ങനെയുള്ള കുട്ടിയൊന്നും അല്ല. അവന് നല്ല മര്യാദ ഉള്ള കുടുംബമാണ്. നല്ല സ്വഭാവമുള്ള ചെക്കൻ. അതുകൊണ്ടല്ലേ അവന്റെ കുടുംബം പോലെ വരലും പോലും ഒക്കെ ചെയ്യുന്നത്. കുറെ നേരമായപ്പോ ഞാനൊരു സംശയത്തിൽ ചോദിച്ചാ. അപ്പൊ എന്റെ മനസ്സിന്റെ സംശയം പാഴായില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ചെറുക്കനാ. നമുക്ക് ആകട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ കേട്ടാ. മനസ്സിൽ കടന്നോട്ടെ. ഒരുപാട് അതിര് വിട്ട് പെരുമാറരുത് കേട്ടാ. ശരി, ഞാൻ വെള്ളം എടുത്തേക്കാം. ശരിപ്പോ. നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോവായിരുന്നു. നേരത്തെ കിട്ടിയ വേഗം പോവായിരുന്നു. എന്താ 1-ാം തീയതി ആയിട്ട് ഇതുവരെ കണ്ടില്ല പറഞ്ഞിട്ടിരിക്കായിരുന്നു. നേരം വൈകിയാ? ഇങ്ങോട്ട് വരാനുള്ള ബസ്സേ ഇന്ന് സമയത്തിന് നേരം വൈകിട്ട് വന്നത്. അതാ നേരം വൈകി ഇത്തിരി. ഞാൻ വിചാരിച്ചു നിങ്ങൾ മറന്നിട്ടുണ്ടാവുന്നു. മോളെ കൊണ്ട് വിട്ടിട്ട് ഇപ്പൊ ഒരു കൊല്ലൊക്കെ ആകാറായില്ലേ. കറക്റ്റായിട്ട് അത് നേരത്തെ വരുമല്ലേ. അപ്പൊ ഇന്നിത്തിരി നേരം വൈകിയപ്പോ എന്താ 1-ാം തീയതി മറന്നു പോയ മനുഷ്യന്ന് വിചാരിച്ച്. നിങ്ങളത് കളിയാക്കി പോലെ വർത്താനം പറയണത്. എനിക്കൊന്ന് വൈകി പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോയിട്ട് വരാൻ പല കാര്യങ്ങളുണ്ട്. കടകളും ഇതൊക്കെ ബാലൻസ് വെച്ചിരിക്കുക. ഈ കാശ് കിട്ടിക്കോളം കൊണ്ട് കൊടുക്കുക. അതാണ് കറക്റ്റ് സമയത്തിന് വരുന്നത് 1-ാം തീയതി. എന്നാ ഇരിക്കുക, പൈസ എടുത്തിട്ട് വരാം. മോളെ, എന്റെ ഉപ്പ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അതിനനുസരിച്ച് തന്നെ പൈസ കൊടുക്കുള്ളൂ. അത് സാരല്ല, ഉമ്മാന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അതെ, ഇതിന്റെ ഒരു 10,000 ഉറുപ്പ്യ ഉണ്ട്. ഇതുകൊണ്ട് 10,000? എന്ത് 10,000? മാസം 15,000 മണ്ടില് നമ്മൾ തീരുമാനിച്ച എല്ലാ മാസം ഞാൻ വാങ്ങിക്കൊണ്ട് പോറ്. എന്ത് ഈ 10,000 തരുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അതെ, നിങ്ങളുടെ ഇപ്പൊ ഒരു കൊല്ലൊക്കെ ആയില്ലേ. നിങ്ങളുടെ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു രൂപ മാറ്റി വെച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവൾക്ക് ബാക്കി പൈസ അവൾക്കൊരു അക്കൗണ്ട് ചേർന്നിട്ട് ആ അക്കൗണ്ടിൽ വിട്ടുവെക്കാനാ. അവളൊരു കൊല്ലായില്ലേ നയിക്കണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. നിങ്ങൾ വരിക, പൈസ വാങ്ങിച്ചിട്ട് പോകും. മോളെ പോലും ഒന്നും അന്വേഷിക്കണ്ട. അപ്പൊ ആ മക്കളോട് എത്ര ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിന്ന് കുറച്ച് പൈസ ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ അക്കൗണ്ട് ചേർത്തിട്ട് ഇടാനാണ് ഈ മാസം തൊട്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഇത്ര പൈസ തന്നെ കിട്ടുള്ളൂ. ഇതിപ്പോ മാസം നിങ്ങൾ നയിക്കണില്ലേ. മറ്റുള്ള മക്കൾക്കും നിങ്ങളെ ഭാര്യയൊക്കെ അത് മതി. ആ കുട്ടിയെ പണയം വെച്ച പോലെ അല്ലേ നിങ്ങൾ മാസം അത് കറക്റ്റാ വന്നിട്ട് പൈസ കൊണ്ടുപോണ്.
ആ കുട്ടി എന്ത് ചെയ്യുന്നു എങ്ങനെയുണ്ട് ഒരു നേരം കൊണ്ടായിട്ട് ഉമ്മാനൊന്ന് കാണിച്ചു കൊടുക്കുക അതൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ആ കുട്ടി വരിക മാസം കറക്റ്റ് സമയത്തിന് പൈസ കൊണ്ടുപോവുക. അപ്പൊ ആ പൈസ ഒക്കെ മതി. അവൾക്കൊരു അക്കൗണ്ട് ചേർന്നിട്ട് അവൾക്ക് എടുത്ത് ആ ബാങ്കിൽ ഇട്ട് വെക്കാനാണ് ആ പൈസ. അത് നിങ്ങൾ ചോദിക്കണ്ട. അത് നിങ്ങൾ തീരുമാനിക്കണ്ട. എൻ്റെ മകളുടെ കാര്യം ഞാൻ കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാശ് മേടിക്കുന്നത് എനിക്കറിയും. മനസ്സിലായില്ലേ? നിങ്ങൾ 15,000 തരാനുള്ളതിൽ 5 പിടിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം. എൻ്റെ മക്കൾക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തോളാം. നിങ്ങളെ കൊണ്ട് വിട്ട് നിങ്ങളെ കൊണ്ട് വേണ്ടാണ്ട് വേറെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആക്കി കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും ഇല്ലല്ലോ. അതിന് നിങ്ങളുടെ മോള് വന്നിട്ട് വേണ്ടേ? നിങ്ങളുടെ മോളുടെ സമ്മതത്തോടെയാണ് ഞാൻ ആ പൈസ. മോൾ അങ്ങനെയൊന്നും പറയില്ല എന്നറിയാം. നിങ്ങൾ വേണമെന്ന് വെച്ച് പറയണതാ. നിങ്ങളുടെ മോളെ വിളിച്ചിട്ട് ചോദിക്കേ. എനിക്ക് ആരെയും വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലും കൂടുതൽ കാശ് കിട്ടേണ്ട വീടുകളൊക്കെ എനിക്കറിയാം. നിങ്ങളാ പറഞ്ഞ പൈസ നിങ്ങൾ കാട്ടിയേ. അതെ, ഇത് തന്നെ തരാൻ പറ്റുള്ളൂ. നിങ്ങളെ മോളുടെ സമ്മതത്തോടെയാണ് നിങ്ങളുടെ മോളുടെ പേരിൽ അക്കൗണ്ട് ചേരാൻ പോകണം. അല്ലാണ്ട് എനിക്ക് വേണം പറഞ്ഞിട്ടൊന്നും അല്ല. വേണമെങ്കിൽ നിങ്ങളെ മകളെ വിളിച്ച് ചോദിച്ചു നോക്ക്. മോളെ സാലിക്കുട്ടി, മോളെ എങ്ങോട്ട് വാ. എന്തുമാ മോളെ 15,000 റുപ്യക്കാണ് നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. ഇവര് 10,000 റുപ്യ ആകെ തന്നിട്ടുള്ളൂ. പൈസ മേടിച്ചാ തരാൻ നോക്കും മോളെ. ഞാൻ കൊടുക്കാത്ത എന്താന്ന് മോൾക്ക് അറിയാലോ. ഞാൻ തന്നെ ഉപ്പ അവരുടെ അടുത്ത് ഉപ്പാക്ക് എത്ര കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. എനിക്കായിട്ട് എന്തേലും വേണ്ടേ? ഉമ്മ പറഞ്ഞ് മോൾക്കായിട്ട് ഒന്നും ഇല്ലല്ലോ, കറക്റ്റ് പൈസ വന്ന് ഉപ്പ മേടിച്ചിട്ട് പോവന്നെയല്ലേ. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് ഒരു അക്കൗണ്ട് ചേർന്നിട്ട് അതിലേക്ക് ഇട്ട് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരിന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കുകയും ചെയ്ത്. ഇപ്പൊ ഈ 10,000 കൊണ്ട് പോയാ പോരെ? മോളെ മോളും കൂടെ ചേർന്നിട്ടുള്ള നാടകമാണ് ഇതല്ലേ. ഇപ്പൊ വന്നാ കൊടുക്കണ്ടെന്ന് പറയാൻ ഇപ്പൊ മനസ്സിലായി മോളെ. നീ മോളെ ശരിയാവൂല. ഇത് വേറെ ഡ്രസ്സ് പറയാം, നമുക്ക് പോവാം. ഇത് 10,000 റുപ്യ വന്നിട്ട് ഞാൻ 15,000 റുപ്യക്ക് വേറെ ഇതിലും കൂടി 20,000 റുപ്യ കിട്ടാറുണ്ട്. വേറെ വീടുകളുണ്ട്, ഞാൻ അവിടെ കൊണ്ടുവിടാൻ മോളെ. ഇത് ശരിയാവില്ല. ഇവര് ശരിയല്ല. ഇത് നിന്നെ പിരിപ്പിച്ചിട്ടേ അവിടെ കുടുംബം പിരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാ. മോൾക്ക് അറിയാണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നിങ്ങളുടെ മോൾ തന്നെയോ സത്യത്തില്? അവളുടെ നിങ്ങൾ മനസ്സാക്ഷി തൊട്ടൊന്ന് നനച്ചു നോക്കിയേ. അവളുടെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അരിക്കണ്ട. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവൾ 15,000 റുപ്യ നിങ്ങൾ മാസം കഴിഞ്ഞ മാസം വരെ കൊണ്ടുപോയത്. നാം പറഞ്ഞിട്ടാണ്, അവളും കൂടി പറഞ്ഞിട്ടാണ് അവൾക്ക് ആ ബാക്കി പൈസ അവളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ നാം തീരുമാനിച്ചത്. നിങ്ങളെന്തെങ്ങനെ നിങ്ങളൊന്നും ശരിക്കും പൈസ തരുന്നൊന്നും കുടിയിലെത്തുന്നില്ല ഞങ്ങൾ അറിഞ്ഞ്. നിങ്ങൾ കൊണ്ടുപോകണതേ വേറെ കൊടുക്കുക, എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് അവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞ്. നിങ്ങളൊരു ഉപ്പയാണോ? പഠിക്കുന്ന പ്രായത്തിൽ കൊണ്ട് വിട്ടതല്ലേ ഒന്നും അല്ലെങ്കിലും. അതിന് 2 അക്ഷരം പഠിക്കാൻ പോലും നിങ്ങൾ നിങ്ങളൊന്നും അത് പറയാറായിട്ടില്ല. മനസ്സിലായില്ലേ? എന്റെ മോള് എനിക്ക് എങ്ങനെ കൊണ്ടുവിടണം, എങ്ങനെ അവിടെ കൊണ്ടുവിടണം എനിക്കറിയാം. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. അതെ, എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ 5 ചേർത്തിട്ട് 15 ചേർത്ത് 20 റുപ്യ മൊത്തം തരണം. ഇല്ലാറ്റിന് എന്റെ മോളെ ഞാൻ വിളിച്ചുകൊണ്ട് പോകും, എവിടെയും കൊണ്ട് നിർത്തിക്കോളും. നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, മോളെയും പഠിപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ മോളെ വിളിച്ചാൽ ഞാൻ വരും, എന്റെ കൂടെ വരും. മനസ്സിലായില്ലേ? നിങ്ങൾ വലിയ വർത്താനം പറയാൻ നിൽക്കുന്നത്. അതെ, നിങ്ങളെ സ്വഭാവത്തിൽ നിങ്ങളെ മോളെ നിങ്ങളെ കൂടെ പറഞ്ഞോ. ആ കുട്ടിയുടെ ഒരു നല്ല മനസ്സിനാണ്. നല്ല മനസ്സിനെ പറയണത്. ഞങ്ങൾക്ക് അവിടെ കുടുംബം, വേറെ കുടുംബം ഉണ്ട്. ഇവിടെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇവിടെ അനിയത്തിൻ്റെ ഉണ്ട്. മനസ്സിലായില്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും തന്നിരിക്കണം. എന്റെ ഉപ്പാക്ക് കാശ് നന്നെ ഒന്നും വേണ്ട മോളെ. എന്റെ മോളെ അതും പറഞ്ഞ് പിരിപ്പിച്ചിട്ട് കാശ് തരാനുള്ളത് ഇല്ലാണ്ടാക്കിയിട്ടേ. ഇങ്ങനെ ഒരു ഉപ്പ, ഈ ഉപ്പാനെ വിശ്വസിച്ചിട്ടൊന്നും മോള് പോവാൻ നിൽക്കണ്ടട്ടാ. അതെ, ഈ ഉപ്പാനെയൊന്നും നീ കരുതവും വേണ്ട. നിന്റെ ഉപ്പാക്ക് കൊടുക്കാനുള്ള കാശ് മാസം കൊടുത്തു നിന്റെ ഉപ്പ അതിനെ ഹലാക്ക് ഉണ്ടാക്കും. പിന്നെ മോള് അതിനെ പറ്റി വിഷമിക്കും വേണ്ട. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെന്ന പോലെ ഈ ഉമ്മ നടത്തി തരാം. മോള് വിഷമിക്കുക വേണ്ടട്ടാ. എൻ്റെ ഒരു നല്ല മനസ്സിനാണ് നിന്റെ ഉപ്പ. അല്ലെങ്കിൽ ഞാൻ കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും. മോള് അതുകൊണ്ട് വിഷമിക്കണ്ട. നടത്ത്, നീ എൻ്റെ മോളാണ്.